telling me, I'll take you to Munnar. It's a very beautiful place. Why do he have to take me to Munnar? തോമസ് ഐസക്കാണ് പറഞ്ഞത്. അതെ. അപ്പൊ അത് പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇതുപോലെ ഫോണിലൂടെ പിന്നീട് ഈ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കും. നമ്മുടെ പിഷാരടിയെ എന്താ പറയണ്ടേ, മിമിക്രിക്കാരനോ കോമാളിയൊക്കെ പിടിച്ചിട്ട് പാലക്കാട് നിർത്തിയ ആ വ്യക്തിയാണ് സ്വപ്ന സുരേഷിനെ പണ്ട് മൂന്നാറിലോട്ട് ക്ഷണിച്ചതാണ്. കഴിഞ്ഞ വർഷം ഈ പറയുന്ന സ്വപ്നയ്ക്ക് നല്ല പണിയും കാര്യങ്ങളൊക്കെ ഈ പാർട്ടിക്കാർ കൊടുത്ത് അവസാനം പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇറക്കി വിടാം എന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവസാനം അവരുടെ ജീവിതം 3G ആക്കി വിട്ട്. ഇപ്പോൾ വന്നിട്ട് പിഷാരടിയെ കുറ്റം പറയുന്ന തോമസ് ഐസക്കെ ഇതിൻ്റെ മറുപടി അന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ചോദിക്കുവാന്ന് പറയത്തില്ലേ, ഇപ്പോൾ ഓരോന്ന് കുത്തിപ്പൊങ്ങിക്കൊണ്ട് വരുവാണ്. എന്തായാലും തോമസ് ഐസക്കിൻ്റെ ഇന്നത്തെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ സംസാരിച്ചത് ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് തനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ ഐസക്കെ? ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അഭിനയം എന്ന് വെച്ചാൽ അതൊരു ഇതാണ്, അവിടെ വെറും താഴ്ത്തട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിലെ പിഷാരടി ഞങ്ങളുടെ അമ്പലത്തിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി അനൗൺസ്മെൻ്റ് ആണ് കൂടുതലും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു പിഷാരടി ഇന്ന് ഈ ഒരു നിലയിൽ വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെ അല്ലേ. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് കാണുന്നവരാണെങ്കിൽ പോലും ഷെയർ ചെയ്തേക്കുക, പരമാവധി ആൾക്കാരുടെ അടുത്തോട്ട് ഈ വീഡിയോ എത്തിക്കുക. ഇവരെപ്പോലുള്ള കുറേ ആൾക്കാരാണ് ഈ നാടിന് ശാപം. ഇതുപോലുള്ള പ്രായം ചെന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു മര്യാദ, നിങ്ങളൊക്കെ എന്ത് യോഗ്യതയുണ്ടോ രാഷ്ട്രീയക്കാരായിട്ട് നിൽക്കാൻ വേണ്ടി? ഓക്കെ, എന്തായാലും കേൾക്കാം അമ്മാച്ചൻ പറയുന്നത്. ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ്റെ സംസാരം കേട്ടല്ലോ. പുള്ളിക്കുള്ള മറുപടി പിഷാരടി കൊടുക്കുന്നതാണ്. അത് എന്താ പറയണ്ടേ, നിങ്ങൾ ഈ കോമാളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കോമാളി ആയിക്കൊണ്ടിരിക്കുന്ന തന്നെ പോലുള്ള വ്യക്തികളാണ്. ഒരു കോമാളി ഇപ്പോൾ താനീ പറഞ്ഞ പോലെ കോമാളി എന്ന് പറയുന്ന പിഷാരടിയുടെ മറുപടി താൻ കേട്ടു നോക്ക്. സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാര് KPC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാര് മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. ഓക്കെ, ബഹുമാനം, സ്നേഹം മാത്രം. പിഷാരടി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അത് രസകരമായിട്ടുള്ളൊരു വാചകമായിരുന്നു. അത് ഞാൻ വെച്ച് തരാം നിങ്ങൾക്ക് കുറച്ച് കഴിയട്ടെ. ഞാൻ ആ വീഡിയോയുടെ ക്ലിപ്പ് അങ്ങ് മാറ്റി അങ്ങ് വെച്ച്. സംസ്കാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എത്ര മെച്യൂരിറ്റി ആയിട്ടാണെന്നറിയോ ഇയാൾ കാര്യങ്ങൾ സംസാരിച്ചത്. ഇതാണ് ഇവന്മാർക്കൊന്നും വിവരമില്ലെന്ന് നാട്ടുകാർ പറയുന്നത്. ഈ നാടികൾക്ക് എന്തൊരവസ്ഥയാണ് ഇത്? എങ്ങനെ തോന്നുന്നു? ഇവനൊക്കെ എന്ത് യോഗ്യത കൊണ്ട് നിൽക്കാനാണ്? പണ്ട് സ്ഥാനവും പോയി, പാർട്ടിയിൽ ഇപ്പോൾ ചീത്തപ്പേരുമായി. സ്വപ്ന വരെ മൂന്നാറിൽ വിളിച്ച അപ്പം എന്തായാലും പുള്ളിക്കാരന് പിഷാരടി പറഞ്ഞ് അങ്ങ് കൊണ്ടിട്ടുണ്ട്. പുള്ളി വന്നിട്ടുണ്ട് മറുപടിയായിട്ട്. പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയില് കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിമർശനം പിന്നെ എന്റെ തേങ്ങയാണോ താൻ ഉദ്ദേശിച്ചത്? എന്റെ ഉദ്ദേശം രാഷ്ട്രീയമാണെന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഉള്ള അടി ഇടി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. കുറെ ആൾക്കാർക്ക് മണ്ടത്തരം പറ്റുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ.
ഇപ്പം നമ്മുടെ നേതാവെന്ന് പറയുന്ന ഒരുത്തന എന്ത് തോന്നിവാസം വന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കുറേ അണികളുണ്ട്. നിങ്ങൾ ആദ്യം അണികളായ വ്യക്തികളോട് എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൂടെ നിൽക്കുന്നവരുമാര് നേതാക്കന്മാരാണെങ്കിൽ ശരി, നിങ്ങളെ വെച്ച് മുതലാക്കുവാണെങ്കിൽ അവിടെ നിന്ന് അപ്പം സ്കൂട്ടായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടോണം. അതാണ് ഇപ്പോഴത്തെ കാലം. നിങ്ങളെ പെടുത്താനേ നോക്കത്തുള്ളൂ കുറേ ആൾക്കാരുണ്ട്. രാഷ്ട്രീയം ഇത് ലോകത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മധ്യേഷ്യയിലെ പ്രതിസന്ധിയാണെന്ന്. അവിടുത്തെ ആ പ്രതിസന്ധിയെക്കുറിച്ച്, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിലപാടുണ്ട്, കോൺഗ്രസിന് നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് അവിടെ പാലസ്തീനിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയമില്ലായ്മയില്ലേ അതിനെ വിമർശിച്ചത്. ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് മതനിരപേക്ഷ ശക്തികളുടെ വോട്ട് കിട്ടുമോ അവിടെ പാലക്കാട്? അങ്ങനെ ജനങ്ങള് LDF മാറുമ്പോ LDFന്റെ ഡീലെന്നും പറഞ്ഞു പോയില്ല. അവിടെ കോൺഗ്രസിനെ ഒന്നും വിജയിപ്പിക്കാനുള്ള ആചാരമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ, തോപ്പിക്കാനാണ്. UDF നിന്ന് വോട്ട് മാറുമ്പോഴ് 2ാം സ്ഥാനത്തുള്ള LDF വരാന്ന്. LDF ജയിക്കാൻ പോണത്. അവിടെ പാലക്കാട് ഈ പറയുന്ന ശോഭയും ഈ പിഷാരുടെയും തമ്മിയ മത്സരം. LDF ആ ഒരു ഏരിയയിലേ ഇല്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ LDF ആ ഒരു പഞ്ചായത്തിൽ പോലും കാണത്തില്ല. അവിടെ ആ LDF സ്ഥാനാർത്ഥി പോലും ആൾക്കാർക്ക് ഓർമ്മയില്ല പാലക്കാട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ തോമസ് ചായ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? കുറച്ചും കൂടെ മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയടേ, കേൾക്കുന്നവർക്കൊരിത് വേണ്ടേ? ഓക്കെ, എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് വെക്കാം. ഞങ്ങൾ വാങ്ങിയിട്ടില്ല, തോപ്പിക്കാൻ. UDF നിന്ന് വോട്ട് മാറുമ്പോഴ് 2ാം സ്ഥാനത്തുള്ള LDF വരാന്ന്. കൂടുതൽ പറഞ്ഞില്ല, പണ്ട് സ്വപ്ന പറഞ്ഞു എന്ന് വെച്ചുതരാം. ഇതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഓരോ ആണുങ്ങളും ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ സാർ ആയാലും ഇതൊന്നും ചർച്ചയായിട്ടില്ലായിരുന്നു ആ സമയത്ത്. അന്നന്ന് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറവായിരുന്നു. സീരിയസ്ലി അന്ന് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവറ്റകളുടെയൊക്കെ അവസ്ഥ എന്തായേനെ? സ്പീക്കർ അദ്ദേഹം ആയിരുന്നാലും, സ്പീക്കറെ ഐസക് സാർ ആണെങ്കിലും, തോമസ് ഐസക് സാറിന്റെ അടുത്ത് എന്റെ ഒരു തോമസ് ഐസക് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് ഞാനും പിയാറും കൂടി കോൺസുലേറ്റിൽ നിന്ന് പോയപ്പോ he calls us up to the 2nd floor and he sits and talks to us in such a way that he is actually giving out signals but he is not direct. മറ്റുള്ളവരെ പോലെ ഡയറക്റ്റ് അല്ല. But then he is calling me. നമ്മളൊരു ചിട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോൺസുൽ ജനറലൊക്കെ ആയിട്ട് ഹിൽട്ടണിലൊരു ലഞ്ചിനിരുന്നപ്പോൾ he is telling me I'll take you to Munnar. It's a very beautiful place. Why do he have to take me to Munnar? തോമസ് ഐസക് ആണ് പറഞ്ഞത്. അതെ. അപ്പൊ അത് പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇതുപോലെ ഫോണിലൂടെ പിന്നീട് ഈ ആവശ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു ഡയറക്റ്റ് അപ്രോച്ച് അല്ല, മൂന്നാർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ P. ശ്രീരാമകൃഷ്ണൻ സാറായാലും ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറായാലും ഭയമില്ലാതെ മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കുക, നിരന്തരം ശല്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് ലെവലിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കൊക്കെ ഉള്ളത്. ശിവശങ്കർ സാറിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആ പ്രായവും അദ്ദേഹത്തിന്റെ ആ മെച്യൂരിറ്റി, അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് ഹി വാസ് എക്സ്പ്ലോയിറ്റിംഗ് മീ, മാനിപ്പുലേറ്റിംഗ് മീ എന്ന് എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് അതിൽ സെക്സ് ഇൻവോൾവ് അല്ലായിരുന്നു, അതിൽ ആത്മാവിന്റെ ബന്ധമായിരുന്നു. എന്ന് വെച്ചാൽ വയസ്സുകാലത്ത് പോലും അദ്ദേഹത്തിനെ നോക്കാൻ എനിക്ക് മനസ്സുണ്ട്. അച്ഛന്റെ രൂപത്തിലായാലും ഭർത്താവ്. ഓക്കെ, എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് കേട്ടല്ലോ. അപ്പൊ ഇവറ്റകളൊക്കെ വന്നിട്ട് ഒരു കലാകാരനെ കോമാളിയാക്കിയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവറ്റയുടെയൊക്കെ രീതികൾ എന്താണെന്നുള്ള കാര്യം. ഇവിടെ പറയുമ്പം ഇതൊക്കെ നിങ്ങളുടെ ഒരു കാലം, നിങ്ങളുടെയൊക്കെ വിചാരം ഇതൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് മറന്നുപോയെന്നാ വിചാരം. എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ചേട്ടാ, എല്ലാം കുത്തിപ്പൂത്തി വരും. മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഒതുങ്ങി ജീവിക്കാൻ നോക്കുക. ഏത് പാർട്ടി ആയിക്കോട്ടെ, കാണുന്നവരോട് ഞാനൊരു കാര്യം പറയാം, ഈ വട്ടം കോൺഗ്രസിന് വോട്ട് കൊടുക്കുക. BJP എന്തായാലും വരത്തില്ല, പിന്നെ കോൺഗ്രസ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഐ ലവ് യു ഓൾ ഗൈസ്.
കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.